ഇന്ന് ദിവസം 73. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ: സംഖ്യ അധ്യായം 26, നിയമാവർത്തനം അധ്യായം 27, സങ്കീർത്തനങ്ങൾ 111. സംഖ്യ അധ്യായം 26. രണ്ടാമത്തെ ജനസംഖ്യ. മഹാമാരി നിലച്ചതിനു ശേഷം കർത്താവ് മോശയോടും പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസറിനോടും അരുളി ചെയ്തു: ഇസ്രായേൽ സമൂഹത്തിൻ്റെ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ള സകലരുടെയും കണക്ക് ഗോത്രം ഗോത്രമായി എടുക്കുക. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിൽ 20 അതിനുമേലും വയസ്സുള്ളവരെ ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാനരികെയുള്ള മൊവാബ് സമുദ്രത്തിൽ മോശയും പുരോഹിതനായ എലയാസറും കണക്കെടുക്കുന്നതിന് ഒരുമിച്ച് കൂട്ടി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്: ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബൻ്റെ പുത്രന്മാരായ ഹനോക്ക്, ഫല്ലു, ഹെസ്രോൺ, കർമ്മി എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട റൂബൻ ഗോത്രത്തിൽ 43,730 ആളുകൾ. ഫല്ലുവിൻ്റെ പുത്രൻ എലിയാബിൻ്റെ പുത്രന്മാർ നെമുവേൽ, ദാദാൻ, അബീറാം. കോറഹും സംഘവും കർത്താവിനെതിരായി കലഹിച്ചപ്പോൾ കോറഹിനോട് ചേർന്ന് മോശയ്ക്കും അഹ്റോനുമെതിരായി മത്സരിച്ച സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദാദാനും അബീറാമും ഇവർ തന്നെ. ഭൂമി വാപിളർന്ന് കോറഹിനോടൊപ്പം അവരെ വിഴുങ്ങുകയും അഗ്നി 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സംഘം മരിച്ച് ഒരടയാളമായി തീർന്നു. എന്നിട്ടും കോറഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. ശിമെയോൻ ഗോത്രത്തിൽ നെമുവേൽ, യാക്കിൻ, യാമിൻ, സേരഹ്, ഷാവുൾ എന്നിവരുടെ കുലങ്ങൾ. ഈ കുലങ്ങൾ ഉൾപ്പെട്ട ശിമെയോൻ ഗോത്രത്തിൽ 25,200 ആളുകൾ. ഗാദ് ഗോത്രത്തിൽ സെഫോൻ, ഹഗ്ഗി, ഷൂനി, ഓസ്നി, ഏരി, അരോദ്, അരേലി എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട ഗാദ് ഗോത്രത്തിൽ 40,500 ആളുകൾ. യൂദായുടെ പുത്രന്മാർ ഏരും ഒനാനും കാനാൻ ദേശത്ത് വെച്ച് മരിച്ചു. യൂദായുടെ ഗോത്രത്തിൽ ഷേലഹ്, പേരസ്, സേരഹ് എന്നിവരുടെ കുലങ്ങൾ. പേരസിൻ്റെ കുലത്തിൽ ഹെസ്രോൺ, ഹാമൂൽ എന്നിവരുടെ കുടുംബങ്ങൾ. ഇവയുൾപ്പെടുന്ന യൂദാ ഗോത്രത്തിൽ 76,500 ആളുകൾ. ഇസാക്കർ ഗോത്രത്തിൽ തോല, പുവാഹ്, യാഷൂബ്, ഷിമ്രോൻ എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട ഇസാക്കർ ഗോത്രത്തിൽ 64,300 ആളുകൾ. സെബുലൂൺ ഗോത്രത്തിൽ സേരദ്, ഏലോൻ, യാഹ്ലേൽ എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട സെബുലൂൺ ഗോത്രത്തിൽ 60,500 ആളുകൾ. ജോസഫിൻ്റെ പുത്രന്മാർ മനാസേയും എഫ്രായിമും. മനാസയുടെ പുത്രൻ മാക്കീർ ഗിലെയാദിൻ്റെ പിതാവായിരുന്നു. ഗിലെയാദിൽ നിന്ന് യേസർ, ഹേലെക്, അസ്രിയേൽ, ഷെക്കേം, ഷെമിദ, ഹേഫർ എന്നിവരുടെ കുടുംബങ്ങൾ. ഹേഫറിൻ്റെ മകനായ സെലോഫഹാദിന് പുത്രന്മാരില്ലായിരുന്നു. മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നീ പുത്രിമാരാണ് ഉണ്ടായിരുന്നത്. മനാസെ ഗോത്രത്തിൽ 57,700 ആളുകൾ. എഫ്രായിം ഗോത്രത്തിൽ ഷുത്തേലാഹ്, ബേക്കർ, താഹാൻ എന്നിവരുടെ കുലങ്ങൾ. ഷുത്തേലാഹിൻ്റെ മകനാണ് ഏരാൻ. ഇവയുൾപ്പെട്ട എഫ്രായിം ഗോത്രത്തിൽ 37,500 ആളുകൾ. ഇവ രണ്ടും ജോസഫിൻ്റെ പുത്രന്മാരുടെ ഗോത്രങ്ങളാണ്. ബെഞ്ചമിൻ ഗോത്രത്തിൽ ബേല, അഷ്ബേൽ, അഹീറാം, ഷെഫുഹാം, ഹൂഫാം എന്നിവരുടെ കുലങ്ങൾ. ബേലായുടെ കുലത്തിൽ അർദ്, നാമാൻ എന്നിവരുടെ കുടുംബങ്ങൾ. ഇവയുൾപ്പെട്ട ബെഞ്ചമിൻ ഗോത്രത്തിൽ 45,600 ആളുകൾ. ദാൻ ഗോത്രത്തിൽ ഷുഹാമിൻ്റെ കുലം. ദാൻ ഗോത്രത്തിൽ 64,400 ആളുകൾ. ആഷേർ ഗോത്രത്തിൽ യിമ്ന, ഇഷ്വി, ബറിയ എന്നിവരുടെ കുലങ്ങൾ. ബറിയയുടെ കുലത്തിൽ ഹേബർ, മൽക്കിയേൽ എന്നിവരുടെ കുടുംബങ്ങൾ. ആഷേറിന് സേറ എന്നൊരു പുത്രിയുണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിൽ 53,400 ആളുകൾ. നഫ്താലി ഗോത്രത്തിൽ യഹ്സേൽ, ഗൂനി, യേസർ, ഷില്ലേം എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട നഫ്താലി ഗോത്രത്തിൽ 45,400 ആളുകൾ. അങ്ങനെ ഇസ്രായേൽ ജനം ആകെ 6,01,730 പേർ ഉണ്ടായിരുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു: എണ്ണമനുസരിച്ച് ഇവർക്ക് ദേശം ഭാഗിച്ചു കൊടുക്കണം. വലിയ ഗോത്രത്തിന് കൂടുതലും ചെറിയ ഗോത്രത്തിന് കുറവും.
അങ്ങനെ എണ്ണമനുസരിച്ച് ഓരോ ഗോത്രത്തിനും അവകാശം നൽകണം. നറുക്കിട്ട് വേണം ദേശം വിഭജിക്കാൻ. താന്താങ്ങളുടെ പിതൃഗോത്രത്തിൻ്റെ പേരിലായിരിക്കും അവകാശം ലഭിക്കുക. ആളേറിയ ഗോത്രത്തിനും ആള് കുറഞ്ഞ ഗോത്രത്തിനും അവകാശം നറുക്കിട്ട് ഭാഗിക്കണം. ലേവി ഗോത്രത്തിൽ ഗർഷോൻ, കൊഹാത്ത്, മെറാറി എന്നിവരുടെ കുലങ്ങൾ. ലിബ്നി, ഹെബ്രോൺ, മഹ്ലി, മൂഷി, കോറഹ് എന്നിവരുടെ കുലങ്ങളും ലേവി ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. കൊഹാത്ത് അമ്രാമിൻ്റെ പിതാവാണ്. യൊക്കേബേദ് ആയിരുന്നു അമ്രാമിൻ്റെ ഭാര്യ. ലേവിക്ക് ഈജിപ്തിൽ വെച്ച് ജനിച്ച മകളാണവൾ. ഇവളിൽ അമ്രാമിന് അഹ്റോനും മോശയും അവളുടെ സഹോദരി മിരിയാമും ജനിച്ചു. അഹ്റോൻ്റെ പുത്രന്മാരാണ് നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നിവർ. നാദാബും അബീഹുവും കർത്താവിൻ്റെ മുൻപിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ മരിച്ചുപോയി. ലേവി ഗോത്രത്തിൽ 1 മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷ സന്തതികളുടെ സംഖ്യ 23,000 ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കാതിരുന്നതുകൊണ്ട് അവരെ അക്കൂട്ടത്തിൽ എണ്ണിയില്ല. ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊവാബ് സമതലത്തിൽ വെച്ച് മോശയും പുരോഹിതനായ എലയാസറും കൂടി ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കെടുത്തപ്പോൾ ഇവരെയാണ് എണ്ണിയത്. എന്നാൽ മോശയും പുരോഹിതൻ അഹ്റോനും കൂടി സീനായ് മരുഭൂമിയിൽ വെച്ച് എടുത്ത ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കിൽപ്പെട്ടവരാരും ഇക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു. കാരണം അവർ മരുഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു. യെഫുന്നയുടെ മകൻ കാലബും നൂനിൻ്റെ മകൻ ജോഷുവയും ഒഴികെ അവരിലാരും അവശേഷിച്ചില്ല. നിയമാവർത്തനം അധ്യായം 27. നിയമങ്ങൾ രേഖപ്പെടുത്തുന്നു. മോശ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോട് ചേർന്ന് ജനത്തോട് ഇപ്രകാരം കൽപ്പിച്ചു: ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സകല കൽപ്പനകളും പാലിക്കുവിൻ. ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശത്ത് പ്രവേശിക്കുന്ന ദിവസം നിങ്ങൾ വലിയ ശിലകൾ സ്ഥാപിച്ച് അവയ്ക്ക് കുമ്മായം പൂശണം. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശത്ത് എത്തുമ്പോൾ ഈ നിയമത്തിലെ ഓരോ വാക്കും നിങ്ങൾ അവയിൽ എഴുതണം. നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതനുസരിച്ച് ഈ കല്ലുകൾ ഏബാൽ പർവ്വതത്തിൽ നാട്ടി അവയ്ക്ക് കുമ്മായം പൂശണം. അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിന് കല്ലുകൊണ്ട് ബലിപീഠം പണിയണം. അതിന്മേൽ ഇരുമ്പായുധം സ്പർശിക്കരുത്. വെട്ടിമുറിക്കുകയോ ചെത്തിമിനുക്കുകയോ ചെയ്യാത്ത മുഴുവൻ കല്ലുകൾ കൊണ്ടാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിപീഠം പണിയേണ്ടത്. അതിന്മേലായിരിക്കണം നിങ്ങൾ ദൈവമായ കർത്താവിന് ദഹനബലികൾ അർപ്പിക്കുന്നത്. സമാധാന ബലികളും അർപ്പിക്കണം. അത് അവിടെ വെച്ച് ഭക്ഷിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിച്ചു കൊള്ളുവിൻ. ആ ശിലകളിൽ ഈ നിയമത്തിലെ ഓരോ വാക്കും വ്യക്തമായി എഴുതണം. മോശ ലേവ്യ പുരോഹിതന്മാരോട് ചേർന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു: ഇസ്രായേലെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ന് നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ജനമായി തീർന്നിരിക്കുന്നു. ആകയാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുക. 12 ശാപങ്ങൾ. അന്ന് തന്നെ മോശ ജനത്തോട് കൽപ്പിച്ചു: നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, ജോസഫ്, ബെഞ്ചമിൻ എന്നിവർ ഗരിസിം പർവ്വതത്തിലും ശപിക്കാനായി റൂബൻ, ഗാദ്, ആഷേർ, സെബുലൂൺ, ദാൻ, നഫ്താലി എന്നിവർ ഏബാൽ പർവ്വതത്തിലും നിൽക്കട്ടെ. അപ്പോൾ ലേവ്യർ ഇസ്രായേൽ ജനത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയണം: കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം ഉത്തരം പറയണം: ആമേൻ. അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. പിതാവിൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ.
ജനമെല്ലാം പറയണം ആമേൻ. മൃഗവുമായി ഇണചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. തൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മകളെയാൽ സ്വസഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. അമ്മായിയമ്മയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. നിർദോഷനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. ഈ നിയമം പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ. സങ്കീർത്തനങ്ങൾ 111. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ്. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുറ്റതുമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി. അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്. വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു. വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അത് പരിശീലിക്കുന്നവർ വിവേകികളാകും. അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും.